ഹൈ, എൻ്റെ ഫോണിൽ ചാർജ് ഇപ്പം 2%. നിലവിൽ ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറയുക ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യരുതെന്ന് അറിയാം. ബട്ട് എൻ്റെ സിറ്റുവേഷൻ ഇപ്പം ഇറ്റ്സ് ലൈക്ക് ദിസ് വേ. അതായത് എന്താ പറയുക, ഭയങ്കര ബേൺ ഔട്ടായി പോകും, ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായി പോകുന്നത്. ഒന്നിനും ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല, ഒരു താല്പര്യം കാണിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, അതായത് എന്താ പറയുക, വേറൊരു പുതിയ ജോബിലേക്ക് മാറണം, അല്ലെങ്കിൽ ന്യൂ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. ഇത് ബാക്കിൽ കണ്ടോ, ദിസ് ഇസ് മൈ കുട്ടി ഏരിയ, മൈ പേഴ്സണൽ സ്പേസ്. ഇതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ് ചാർജർ റിമൂവ് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എഫേം. ഇത് ഞാൻ എൻ്റെ ഡെയിലി എഫർമേഷൻസ് എഴുതുന്ന ബുക്കാണ്. ഇതും ഈ ഒരു കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടോ, ബില്ലി. ഇത് രണ്ടും എൻ്റെ എഫർമേഷൻ ബുക്സാണ്. ഡെയിലി 5 സെൻറ്റൻസ് എഴുതും. ഇത് എൻ്റെ ഹാബിറ്റ് ട്രാക്കർ, മൈ ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ്. ഇത് ഞാൻ ഒരുപാട് എന്താ പറയുക, ഇഷ്ടത്തോടെ ഞാൻ ഉണ്ടാക്കിയൊരു ബുക്കാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇതിൽ ഞാൻ എനിക്ക് എൻ്റെ ഡ്രീംസ് കണ്ടോ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, പിന്നെ എന്താ മോട്ടിവേഷൻ കോട്ട്സ്, അങ്ങനെ ഇതെൻ്റെ കണ്ടോ, ജാനുവരിയിലത്തെ ഹാബിറ്റ് ഐഡിയാസൊക്കെയാണ്. കണ്ടോ, ഇതൊക്കെ ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഹാബിറ്റ്സാണ്. 5 o'clock എണീക്കുക, spend time with nature, act of kindness, guiding people, talk with friends and family, learn from your past mistakes, forgive others, declutter workspace, room and mobile, meditate ആണ് കേട്ടോ, meditate, smile and be happy always, forgive yourself, forgive others. കേട്ടോ, ഇത് ജാനുവരി 1 ഞാൻ കൃത്യം 5 മണിക്ക് എണീച്ചിട്ടുണ്ട്. ഇന്നലെ എണീച്ചിട്ടില്ല, ഇന്നും എണീച്ചിട്ടില്ല, കുറച്ച് ലേറ്റായി. ഇത് മെഡിറ്റേഷൻ 6 മണി രാവിലെയും 6 മണി വൈകുന്നേരം. 1-ാമത്തെ ദിവസം ചെയ്തതിന് 2-ാമത്തെ ദിവസവും ഇന്നത്തെ ദിവസവും ചെയ്തിട്ടില്ല. റീച്ച് സ്കൂൾ ബിഫോർ 5 minutes. 1-ാമത്തെ ദിവസം ലീവായിരുന്നു, ജാനുവരി 1. 2 നേരത്തെ എത്താൻ പറ്റിയിട്ടില്ല. ഇന്ന് 3-ാം തീയതി നേരത്തെ എത്താൻ പറ്റിയിട്ടില്ല. ഇത് പ്രാർത്ഥിക്കുന്നത് 1-ാമത്തെ ദിവസം ഞാൻ 6:30 രാവിലെയും 6:30 വൈകുന്നേരവും പ്രാർത്ഥിച്ചു. ഇന്നലെ ഇന്നും ഞാൻ ഒരു സമയം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. രാവിലെ പ്രാർത്ഥിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഇത് എക്സസൈസ് ചെയ്യുന്നതാണ്. രാവിലെ 7 മണിക്കും 5:30 വൈകുന്നേരം. 1-ാമത്തെ ദിവസം കറക്റ്റായിട്ട് ചെയ്തു. ഇന്നലെ വെറുതെ പോയി, ചെറുങ്ങനെ കുറച്ച് ചെയ്തു എന്ന് പറയാം. അതായത് വെറുതെ ഇങ്ങനെ ചെറിയ മൂവ്മെൻറ്റ്സ് മാത്രം. ഇന്ന് തീരെ പോയില്ല. ഇത് 15 minutes ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. 1-ാമത്തെ ദിവസവും ചെയ്തിട്ടില്ല, ഇന്നലെയും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. ഇന്ന് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ഇന്ന് ചെയ്യണം രാത്രിക്കുള്ളിൽ. ടോക്ക് വിത്ത് ഫ്രണ്ട്സ്, സപ്പോർട്ട്സ്. 1-ാം തീയതി എല്ലാവരും ഭയങ്കരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ വിശ്വസിക്കും. ഇന്നലെ കുറച്ച്
മെസ്സേജൊക്കെ അയക്കാൻ ശ്രമിച്ചു. പിന്നെ വൈകുന്നേരം പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കുറച്ച് സംസാരിച്ചു. അങ്ങനെ കോളേജ് സ്റ്റുഡൻസ് ലഞ്ച് കുട്ടികളോടും സംസാരിച്ചു. പിന്നെ ഇത് ഫാമിലി മെമ്പേഴ്സിനായിരുന്നു സംസാരിക്കുന്നത്. ടോക്ക് വിത്ത് 5 ഫാമിലി മെമ്പേഴ്സ്, കണക്ട് വിത്ത് ഈച്ച് അതർ. ഒന്നാമത്തെ ദിവസം ഭയങ്കരമായിട്ട് എല്ലാവരെയും വിഷ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ വളരെ കുറച്ച് പേര് ചെറിയൊരു എന്താ പറയുക, ഒരു ഗുഡ് മോർണിംഗ് അത്രമാത്രം. ഭയങ്കര പാടാണെന്നേ, ഇമ്പ്രൂവ് ചെയ്തിട്ട് വരണത്ര. ഇത് ജേർണലിങ് ഒന്നാം ദിവസം കറക്റ്റായിട്ട് ചെയ്തു. ഇന്നലെ ഞാൻ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളൂ. ഇനി എഴുതണത്ര, ഇന്നും ചെയ്യും. ഹീലിംഗ് ജേർണൽ ക്യൂട്ടി, ഹലോ ക്യൂട്ടി ഒന്നാമത്തെ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പറഞ്ഞ പോലെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് വെക്കുക ചെയ്ത് നോട്ടായിട്ട് പോയിൻറ്റ്സ് ആക്കി വെച്ചു. ചങ്ങ് ഇന്ന് എഴുതണം, ഇന്നത്തെ കൂടെ. മൺഡേ ഫാസ്റ്റിംഗ് ആയിട്ടില്ല. മൺഡേ നെക്സ്റ്റ് ജാനുവരി 6 വരിക. പിന്നെ 5 ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇങ്ങനെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അത് ഞാൻ എന്താ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ വലിയ ഹെൽപ്പ് എന്ന് പറയാൻ ചെറിയ ഇന്ന് ചെറുങ്ങനെ ഹെൽപ്പ് ചെയ്തു. അതായത് ടീച്ചേഴ്സിനൊക്കെ അത്യാവശ്യം അവരുടെ ജോബിൽ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു, കുട്ടികളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ. വിഷ്വലൈസ് മൈ ഡ്രീം ലൈഫ് ഫസ്റ്റ് ഡേ ചെയ്തു. സെക്കൻഡ് ഡേ ഇന്നലെയും ഇന്നും രാവിലെ കുറച്ച് ചെയ്തു, മാത്രം. പിന്നെ ഇത് സ്പെൻഡ് ടൈം വിത്ത് നേച്ചർ, എൻജോയ് ദ ബ്യൂട്ടി. ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് സമയം വൈകുന്നേരം സ്പെൻഡ് ചെയ്തു അവിടെ പാർക്ക് ചുമരും. ഇന്ന് സ്കൂളിൽ പോയതും പിന്നെ തിരിച്ച് വരുമ്പോഴുള്ള ആ ഒരു ചെറിയ വാക്ക്, അത്രമാത്രം. ഡീക്ലട്ടർ ഫസ്റ്റ് ഡേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ നിന്നും റൂമൊക്കെ നല്ല അടിപൊളിയാണ്. മൊബൈലും പിന്നെ വർക്ക് സ്പേസും ഡിക്ലട്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഡയറി ഫസ്റ്റ് ഡേ ചെയ്തു. ഇന്നലെ ഞാൻ നോട്ട്സ് മൊബൈലിൽ ഫീഡ് ചെയ്തിട്ടുള്ളൂ, ഇല്ലാതെ എഴുതിയിട്ടില്ല. ഇന്ന് എഴുതും. പിന്നെ ഫസ്റ്റ് ഡേ പാരൻസിനോട് സംസാരിച്ചു, അനിയത്തിനോട് സംസാരിച്ചു. ടോക്ക് മോം, ഡാഡ് ആൻഡ് സിസ് രാവിലെയും രാത്രിയൊക്കെ. ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഇനി അച്ഛനെ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു. അച്ഛൻ ഞാൻ സ്കൂളിലൊക്കെ വിളിച്ചിട്ടുണ്ടായതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടായില്ല. രാത്രി അച്ഛനെ വിളിക്കണം, അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. പിന്നെ ബുക്ക് വായിക്കുന്നത് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡേയും ചെയ്തിട്ടില്ല, സെക്കൻഡ് ഡേയും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കുറച്ച് പേജസ് അങ്ങ് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ശ്രമിക്കും ഞാൻ. ഡെയിലി ഗോൾസ് ഫസ്റ്റ് ഡേ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മൊബൈലിൽ ജസ്റ്റ് നോട്ട് എഴുതിയിട്ടൊന്നുമില്ല. ഇന്നും എഴുതാനത്ര. വെള്ളം കുടിക്കുന്നത്, അത് കുടിക്കുന്നുണ്ട്. വെള്ളം കുടിക്കലുണ്ട്. ഇതാണ് എൻ്റെ ഹാബിറ്റ് ട്രാക്കർ. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിലായി കാണിച്ചു തന്നെ. എന്താ വെച്ചാൽ ഇതെൻ്റെ ഹോൾ ഇയർ ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് എനിക്ക് ഈ ഒരു ഇയർ. ദിസ് ഇസ് മൈ ഡയറി. ഇത് കുറച്ച് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെയാണ്. പിന്നെ എൻ്റെ
ഹീലിംഗ് ജേർണൽ ഹലോ ക്യൂട്ടി. ഇത് സെപ്റ്റംബർ 17 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനകത്ത് എനിക്ക് ഞാൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇതിൽ പേജസ് തീരാനായി കുറച്ചുകൂടി. ഇത് ജാനുവരി ആകുമ്പോഴത്തേക്ക് 107 ആയി. ഇന്നലെ 108, ഇന്നത്തെ 109. ഞാൻ എഴുതിയിട്ടുണ്ടായിട്ടില്ല എഴുതണത്ര. ഇതെൻ്റെ പുതിയ ഈ ബുക്ക് തീരാനായതുകൊണ്ട് പോയത് റെഡിയാക്കി വെച്ചതാണ്. ഇത് 1 സൈഡ് അൺറൂൾഡും 1 സൈഡ് റൂൾഡുമാണ്. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ പേജസ് എടുക്കാം, വരക്കണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതെടുക്കാം. റൈറ്റിംഗ് ഇത് രണ്ടും ബോത്ത് യൂസ് ചെയ്യാം. അങ്ങനെ വിചാരിച്ചിട്ടെടുത്തതാണ്. ഇത് വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. ഇത് ഞാൻ നവംബർ 11 സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത്, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നതാണ്. ഇനി ഇതിനകത്തൊരു ബുക്ക് റെക്കമെൻഡേഷൻ ഫോർ സെൽഫ് ലവ് ആൻഡ് സക്സസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദി ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻ. അത് ഞാൻ വായിച്ചൊരു ബുക്കാണ്, ബ്രെൻ ബ്രൗണിൻ്റെ. ഒരു നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതിലത് മെയിനായിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ സമ്മറി, അതൊക്കെ ഞാൻ എഴുതി വെച്ചത്. എനിക്ക് ഇതൊക്കെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റീഡിങ്ങും ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ സെൽഫ് ഹെൽപ്പ് ബുക്സ്, മോട്ടിവേഷൻ ബുക്സ് അങ്ങനത്തേനോടാണ് താല്പര്യം. ചെറുങ്ങനെ വായന തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ പറയാം. അത് വളർത്തിയെടുക്കണം. ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് അതിൻ്റെ വിഷ്വലൈസേഷൻ, അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതാണ്. കണ്ടോ? അങ്ങനെ ഞാൻ ഓരോ ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. കണ്ടോ? പിന്നെ ഇത് ഞാൻ രണ്ടാമത് വായിച്ച ബുക്കാണ് ആറ്റമിക് ഹാബിറ്റ്സ് ബൈ ജോൺ ക്ലിയറിൻ്റെ. അതിൻ്റെ അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ സമ്മറി, അതിൻ്റെ വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിരുന്നില്ല, കംപ്ലീറ്റ് ആക്കണത്ര. പിന്നെ ഇത് ഈ വർഷം ഞാൻ എൻ്റെ അഫർമേഷൻസ് ചെയ്യുന്ന ബുക്കില്ലേ, അതിനകത്ത് എൻ്റെ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ എഴുതുന്ന. അതായത് എനിക്കൊരു ഗോളുണ്ട്. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അതുപോലെ തന്നെ നല്ല സക്സസ്ഫുൾ ആവണം എന്നൊക്കെ. അപ്പം ഞാൻ അറ്റൈൻ ചെയ്യുന്ന ഒരു എമൗണ്ട് എഴുതാനാണ് ഈ കോളം. അത് ഞാൻ ഡേറ്റ് എഴുതും, എന്നിട്ട് അതായത് എമൗണ്ട്, എൻ്റെ കയ്യിൽ വന്നു ചേരുന്ന എമൗണ്ട് എഴുതാൻ. എമൗണ്ട് മാത്രമല്ല, അച്ചീവ്മെൻറ്റ്സ്, എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, എനിക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് കാര്യങ്ങളൊക്കെ. വാട്ട് എവർ ഐ അച്ചീവ്, ഐ വിൽ റൈറ്റ് ദിസ്. ഇതാണോ ധൈര്യം വിളിക്കാൻ. ഇതെൻ്റെ ടു ഡു ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന ബുക്കാണ്. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ ഓരോ ടിക്കിടും. കണ്ടോ? ഇങ്ങനെ ഇത്
മൈ പേഴ്സണൽ ഫേവറേറ്റ് ഡയറി മിൽക്കാണ് കേട്ടോ. മാച്ചിങ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഭയങ്കര സങ്കടം തോന്നുമ്പോൾ എൻ്റെ മൂഡൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോക്ലേറ്റൊക്കെ കഴിക്കാറുണ്ട്. എത്ര പേർക്ക് അതൊക്കെ ഇങ്ങനെയൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ വയലറ്റ് കളറിനോടൊരു ഭയങ്കരമായിട്ടൊരു പ്രത്യേകതര ഇഷ്ടമുണ്ട്. ഞാൻ കഴിക്കുന്ന ഡയറി മിൽക്കിൻ്റെ കവേഴ്സൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. ചെറിയ ഹാബിറ്റ്സ്. ചിലവർക്ക് ഇതെല്ലാം ഭയങ്കര ആയിക്കോട്ടെ. അല്ല കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ സന്തോഷമല്ലേ. ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതേഴ്സ്. ഇന്ന് ഭയങ്കര ഒരു മൂഡ് ഓഫ്, മൊത്തത്തിലൊരു മൂഡ് ഓഫ്, അല്ലെങ്കിൽ എന്താ പറയുക, അത് മൊത്തം സ്ട്രെസ്ഡ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതായത് മോർണിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ വിചാരിച്ച പോലെയല്ല. ഒന്നാമത് ലേറ്റായി എണീക്കാൻ, അതോടെ എല്ലാം താളം തെറ്റിപ്പോയി. നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. എന്തോ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. രാവിലെ എണീക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ രാവിലെ എനിക്ക് നേരം കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പിന്നെ സ്കൂളിലെത്തിയിട്ടും എന്തൊക്കെയോ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്ന പോലെ. കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെയൊക്കെ ചെയ്തു, പക്ഷേ മൊത്തത്തിലൊരു റഷായിരുന്നു, ഓട്ടം ചാട്ടം. പിന്നെ എന്താ പറയുക, പ്രോപ്പർ പ്ലാനിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അതായത് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കൂമ്പാരം പോലെ ആക്കിപ്പോയി. വർക്ക് തന്നെ എല്ലാം ഒരു മിക്സ്ചർ പരുവത്തിലായിരുന്നു ചെയ്യുന്നുണ്ടായി. ഓടി നടന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും, റിലാക്സ് ചെയ്യാൻ പറ്റില്ല, എൻജോയ് ചെയ്യാനും നേർക്ക് പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ, പിന്നെ അമ്മ ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നോട് അപ്ലൈ ജോബിന് അപ്ലൈ പറഞ്ഞിട്ട്. പക്ഷെ പറ്റുന്നുണ്ടേ ഇല്ല. കുറേ ട്രൈ ചെയ്ത് നോക്കി, എന്താണെന്ന് അറിയില്ല, എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയാണ്. അതുപോലെ തന്നെ അനിയത്തി ഇന്നലെ കുറേ പറയേണ്ടിയിരുന്നു അപ്ലൈ ചെയ്യും. അനിയത്തി എന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര മടി. അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. നോക്കണം. എന്നിട്ട് പിന്നെ എന്താ, വൈകുന്നേരം ഈ 2 ദിവസമായിട്ട് ഭയങ്കര സങ്കടം, റീൽസ് കാണൽ അവർ ഭയങ്കര ഹാബിറ്റായി പോകുന്നു. മേ ബി എന്തൊക്കെയോ ഭയങ്കര സങ്കടങ്ങളുള്ളിലുള്ളത് കൊണ്ടാവാം. So much attracted to the sad quotes, sad sayings, sad thoughts, sad songs. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അട്രാക്റ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്, സങ്കടം തന്നെ അട്രാക്റ്റ് ചെയ്യുന്നു. നമ്മളൊന്ന് മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടായിരിക്കും അത് കാണുന്നുണ്ടാവുക. നേരെ വർഷങ്ങളെ സങ്കടമാകില്ല. പക്ഷേ എന്താ അറിയില്ല, ആ സങ്കടം ഇങ്ങനെ എൻജോയ് ചെയ്ത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അതിൽ നിന്ന് കമപ്പ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതാണ് നേരത്തെ കണ്ടത്. ഇത് കണ്ടോ, ബുക്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡെയിലി ചെയ്തൊക്കെ പ്ലാൻ ചെയ്തു. ഈ ഒരു ഇയർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ട് ഞാൻ അച്ചീവ് ചെയ്യും. ഇപ്പം പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സ്ലോ മോഷനിലാണ്. ബട്ട് സ്റ്റിൽ ഒരു ഇച്ചിരി സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, അതല്ലേ വലിയ കാര്യം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദിവസം ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഭയങ്കര സങ്കടമായിക്കോട്ടെ,
ശോകം ആയിക്കോട്ടെ, ഭയങ്കര സാഡ് ഡിപ്രസ്ഡ് ആയിക്കോട്ടെ, ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വക ഈ ഡെക്കറേഷൻ, എൻ്റെ ബുക്സിൽ ഓരോ ഡെക്കറേഷൻ പരിപാടികൾ കണ്ടിട്ടില്ലേ, പിന്നെ ഇങ്ങനെ ഹാർട്ട് കട്ട് ചെയ്യൽ, പിന്നെ ഡെക്കറേറ്റിങ് ഗ്ലിറ്റർ പേപ്പേഴ്സ് കട്ട് ചെയ്യൽ, അങ്ങനെ അതൊക്കെ ഞാൻ എൻ്റെ മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് ആ വക കാര്യങ്ങൾ, പിന്നെ എഴുതുന്ന ജേർണലിങ്, അതൊക്കെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ എനിക്ക് അതിൽ തന്നെ ഫോക്കസ് കിട്ടും. എൻ്റെ പെയിൻ അല്ലെങ്കിൽ എൻ്റെ സാഡ്നെസ് അതൊക്കെ ഫോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തുന്നൊരു മാർഗ്ഗമാണ് ഈ വക കാര്യങ്ങൾ. അത് എല്ലാവർക്കും അത് എന്താ സംഭവം മനസ്സിലായിക്കൊള്ളുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഐ ഡീൽ വിത്ത് മൈ പെയിൻ ആൻഡ് ഇമോഷൻസ്, തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ ഞാൻ ജേർണലിങ്ങിലൂടെ ഞാൻ എഴുതും. ഒന്നാമത് ഞാൻ ഭയങ്കര എന്താ പറയുക, ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഫ്രണ്ട്സ് ഇല്ലാതെ തന്നെ അവിടെ പറയാം. അപ്പം പിന്നെ ഓപ്പൺ അപ്പ് ചെയ്യാനും ആൾക്കാരോട് വിഷമങ്ങൾ പറയാനായിക്കോട്ടെ, ഞാൻ പറഞ്ഞ സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം പിന്നെ മാത്രമല്ല, ഓവർ ഷെയർ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് എല്ലാവർക്കും ഭയങ്കര സിമ്പതി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അതിനെക്കൊണ്ട് വലിയ യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടു. നമ്മൾ സ്വന്തം തന്നെ ഹീൽ ചെയ്യണം, നമ്മൾ സ്വന്തം തന്നെ ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെയുള്ളൊരു തോട്ടിലേക്ക് വന്നു. പിന്നെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ്. കുറച്ച് നേരത്തെ വരെ ഈ നേരം കരയുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കരച്ചു കാരണം സാധാരണ ഞാൻ ഈ ടൈം വൈകുന്നേരം കുളിച്ച് മാറ്റി ജപിക്കുന്ന ആളാണ്. ഇനി ഞാൻ രാവിലെ ഇട്ട ഡ്രസ്സ് വരെ മാറ്റിയിട്ടുണ്ടായിട്ടില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ. അതായത് നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ കരയുക, അതിൽ വലിയ പ്രശ്നമൊന്നും, കരയണം. പിന്നെന്താ, കരഞ്ഞിരുന്ന് ഇരിക്കാൻ പാടില്ല, അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. നമുക്ക് ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യണം. പിന്നെ ഞാൻ ഇങ്ങനെ കരഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നി എണീക്കണം, ഗ്രൂപ്പ് ചെയ്യല്ലേ, അതെന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എണീച്ചു, കണ്ണാടി പോയി നോക്കി, നല്ല ഡീപ്പ് ബ്രെത്ത് എടുത്തു, നന്നായി എന്താ പറയുക, നെഗറ്റീവ് എനർജീസൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്തു, വിഷ്വലൈസ് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു കുഞ്ഞ് സ്മോൾ പീസ് കഴിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് ഓക്കെ ആയി. എന്നിട്ട് പിന്നെ ഞാൻ വിളക്കെത്തിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഡെയിലി വിളക്ക് എത്തിക്കും. അപ്പം അങ്ങനെ വിളക്ക് എത്തിച്ചു, പ്രാർത്ഥിച്ചു, ജപിച്ചു. ഹനുമാൻ ചാലിസയും ഹനുമാൻ പാടൊക്കെ ജപിച്ചു. അപ്പോൾ അതൊക്കെ നല്ല ഭയങ്കര റിലീഫായി. ആദ്യം ജപിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഒരു തവണ ഞാൻ ഇത് രണ്ടും കേട്ടു, ഹനുമാൻ ചാലിസയും ഹനുമാൻ പാടും കേട്ടു. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചൊല്ലി. പിന്നെ കുറച്ച് റിലാക്സ് ആയി. എന്നിട്ട് പിന്നെ ഞാൻ ഈ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. ഫുഡൊക്കെ കഴിച്ചു. ഐ ലവ് മൈ ഡേയ്സ്. എന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. ഭയങ്കര സാഡ്, ഡൗൺ എനർജിയിലുമായിരിക്കുന്ന ദിവസമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള ഒരു വിൽ പവർ അത് എനിക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ജേർണലിങ്, എൻ്റെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസൊക്കെ എഴുതുമ്പം കുറച്ച് റിലാക്സ്ഡ് ആവാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ചോക്ലേറ്റ്സൊക്കെ കഴിക്കുന്നത് മൂഡ് ബൂസ്റ്റിംഗ് ആണ്. പിന്നെന്താ, കുട്ടികളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് വലിയുള്ള കാര്യമാണ്. അതായത് നമ്മൾ വിഷമങ്ങളൊക്കെ നടന്നു പോകും, ഓർക്കാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ദിസ് ഇസ് ഹൗ മൈ ഡേ ഇൻ മൈ ലൈഫ് ഇറ്റ് ഈസ്. ഇതെനിക്ക് ഇന്ന് പറയണമെന്ന് തോന്നി. ഇന്ന് എനിക്ക് എന്താ പറയേണ്ടത്, ഇതന്നെയാണ് എൻ്റെ തോട്ട് ഫോർ ദ ഡേ. നെവർ ഗിവ് അപ്പ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥ ഭയങ്കര
ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിരിക്കുന്ന ഞാൻ എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് ആ ഒരു ഹാപ്പിനെസ് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ ആയി എന്ന് തന്നെ പറയാം. ഞാൻ എന്നെ തന്നെ ഓക്കെ ആക്കി. ഇങ്ങനെ നിങ്ങളും ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ലൈഫിൽ തോറ്റു പോകരുത് കേട്ടോ, കരയരുത്. കരഞ്ഞാൽ പറ്റൂല. ഒരു ഫിലിമിൽ നമുക്ക് പറയുന്നൊരു ഡയലോഗാണ്, തോക്കാനല്ലല്ലോ ഇതുവരെയും ഇത്രയും കഷ്ടപ്പെട്ട് സഹിച്ച് ഒക്കെ വന്നത്, ഇനിയും മുന്നോട്ട് പോകണം. അങ്ങനെ stay happy, stay good, spread happiness, enjoy. Thank you. Bye bye.